പുതിയ ബസ് സ്റ്റാൻഡിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കറുത്ത പുക അത് ഈ കെട്ടിടത്തിൽ നിന്നും ഉയരുന്നത് കാണാം. വലിയ തീപിടുത്തമാണ് ആ തുണിക്കടയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ രണ്ട് വിഭാഗങ്ങൾ, ഹോൾസെയിൽ റീറ്റെയിൽ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റീറ്റെയിൽ വിഭാഗത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ സി മുഹമ്മദിലേക്ക്. സമീർ, പുതിയ വിവരങ്ങൾ എന്താണ്? വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു തീപിടുത്തം ഉണ്ടായിട്ട്. പക്ഷേ ഇപ്പോഴും അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ക്യാമറമാൻ മുനീഫ് തിരൂർ പകർത്തുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ കറുത്ത പുകകൾക്കിടയിലൂടെ തന്നെ ആ തീനാളം വീണ്ടും വീണ്ടും ഉയർന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് ഈ വിധത്തിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഈ ഇടത്തെ ഭാഗത്താണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്നുള്ള ആ ഒരു തുണിക്കട. അതിന്റെ ഗോഡൌണാണ് ഏറ്റവും മുകളിൽ. ആ മുകളിലെ നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. തൊട്ടുപിറകെ പിന്നീട് അതിന്റെ സെയിൽസ് ഭാഗത്തേക്ക് കൂടി അത് വ്യാപിക്കുകയായിരുന്നു. ആ വേളയിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം തന്നെ വളരെ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ അത് സമീപത്തുള്ള കടകളിലേക്ക് കൂടി വ്യാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറിയും മറ്റു തരത്തിലുള്ള ദുരന്തമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. 8 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ 1 മണിക്കൂറിലേറെയായി നിന്നുകൊണ്ട് അത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. ആ കറുത്ത പുകകൾക്കിടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് വലിയ തീനാളം ഉയരുന്നുണ്ട്. അതായത് ആ ഗോഡൌണിലുള്ള തുണികളെല്ലാം ഏറെക്കുറെ ഇപ്പോൾ അത് കത്തി നശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ഭാഗത്ത് നിന്നുകൊണ്ട്, ഒന്ന് റോഡിന്റെ ഭാഗത്തു നിന്നും മറ്റൊന്ന് ബസ് സ്റ്റാൻഡിന്റെ അകത്ത് നിന്നുകൊണ്ടും, ഈ 2 ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വിധത്തിൽ 1 മണിക്കൂറിലേറെയായിക്കൊണ്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. സമീപ ജില്ലകളിൽ നിന്ന് കൂടി ഫയർ എഞ്ചിനുകളും ആവശ്യമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്താനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീ മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തൊട്ടടുത്ത് മറ്റൊരു കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി ആ ഭാഗത്ത് പൂർണ്ണമായും വെള്ളം അടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതിന്റെ തൊട്ടരികിലേക്ക് കൂടി ഇപ്പോൾ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക്. ദീപക് ധർമ്മടത്തിലേക്ക് പോകുന്നു. ദീപക്, ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ബസ്സുകളെയും മറ്റു വാഹനങ്ങളെയൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട്. ആളുകൾ നേരത്തെ കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ പോലീസ് എത്തി അവരെയും അവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഗതാഗത ക്രമീകരണങ്ങൾ ഇപ്പോഴെങ്ങനെയാണ്? ഈ മാവൂർ റോഡ് തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഒപ്പം തന്നെ പാളയം റോഡുണ്ട്. അവിടേക്കൊക്കെ ഇപ്പോൾ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ? ഈ സിറ്റിയിലൊക്കെ എത്തുന്ന ആളുകൾ, ഒപ്പം തിരികെ പോകുന്ന ആളുകളൊക്കെ മറ്റ് റോഡുകളെയാണോ ആശ്രയിക്കുന്നത്? യെസ്, ആ വിവരങ്ങളിലേക്ക് എത്താം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോഴും വലിയ തീപിടുത്തം, അത് തീ അണയ്ക്കാനുള്ള ശ്രമം അത് ഇപ്പോഴും തുടരുന്നു. പക്ഷേ പൂർണ്ണമായി എന്തുകൊണ്ടത് ഇത്ര 1 മണിക്കൂറിലധികമായിട്ടും ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ കഴിയാത്തത് എന്താണ് എന്ന കാര്യത്തിലാണ് ഇനി വിവരങ്ങൾ വരേണ്ടത്. കാരണം ഈ തുണിക്കടയ്ക്കടുത്ത്, അതിനകത്ത്, ഒപ്പം തന്നെ ഈ ഗോഡൌണിനകത്തൊക്കെ കൂടുതൽ തുണിക്ക് തീ പിടിച്ചിട്ടുണ്ടാകണം. അതിൽ തീനാളങ്ങൾ മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ. അതുപോലും അണയ്ക്കാൻ പറ്റാത്തതിന് കാരണം ഒരുപക്ഷെ അകത്ത് അത്രമാത്രം വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.